ശ്രീരാമനിലെ ഗുരുഭാവത്തിന് ഒന്നാന്തരം ഉദാഹരണമാണ് സ്വർണ്ണമാൻ പ്രത്യക്ഷപ്പെടുന്ന രംഗം. നിന്റെ ജ്യേഷ്ഠത്തിയെ നോക്കിക്കൊള്ളണേ ലക്ഷ്മണ, ഞാൻ ഇതാ വരുന്നു എന്ന് പലവരു എടുത്തു പറഞ്ഞ് ലക്ഷ്മണനെ സീതാദേവിക്ക് കാവൽ നിർത്തിയിട്ടാണ് രാമൻ മാനിനെ അന്വേഷിച്ചു പോയത്. ലക്ഷ്മണനോട് പല പ്രാവശ്യം പറയേണ്ടതെന്തിന് എന്ന് തോന്നിപ്പോകും. ജ്യേഷ്ഠന്റെ കൽപ്പന ശിരസാവഹിക്കാൻ ബദ്ധശ്രദ്ധനായി നിൽക്കുന്ന അനുജന് പറയാതെ തന്നെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ ജ്യേഷ്ഠനല്ല കൽപ്പിക്കുന്നത്, ശ്രീരാമനിലെ ഗുരുവാണ്. രാമന്റെ വാക്കുകളിൽ പൂർണ്ണ ശ്രദ്ധയുള്ള ലക്ഷ്മണന് അത് തിരിച്ചറിയാനാകും. ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞ കാര്യം ജ്യേഷ്ഠൻ നൽകിയ ഓർമ്മപ്പെടുത്തലല്ല, നൽകിയ സൂചനയാണെന്ന് വിവേകിയായ ലക്ഷ്മണൻ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേക ശ്രദ്ധയും അസാമാന്യ ദൃഢനിശ്ചയവും ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഗുരുവാക്യത്തിലുള്ള നിഷ്ഠ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പിന്നീട് അങ്ങോട്ട് ലക്ഷ്മണന്റെ ചെയ്തികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ അവതാര ദിനം ഏപ്രിൽ 6 ലോകമെങ്ങും സമുചിതമായി ആചരിക്കുന്നു.